Hi, welcome to Nurses Tech. Today we are discussing about defense mechanism. സൈക്യാട്രിയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഡിഫൻസ് മെക്കാനിസത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും മെയിനായിട്ടും ചോദിക്കുന്നത്. എല്ലാ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാലും ഡിഫൻസ് മെക്കാനിസത്തിൽ നിന്നും ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാൻ സാധിക്കില്ല. എങ്ങനെ സിമ്പിളായി ഡിഫൻസ് മെക്കാനിസം പഠിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഡിഫൻസ് മെക്കാനിസം പഠിക്കുമ്പോൾ ഓൺലി ഡെഫിനേഷൻ മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല. അത് എക്സാമ്പിൾ സഹിതം കൃത്യമായി മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഫോർ എക്സാമ്പിൾ, ഓഫീസിലെ ബോസ് വഴക്ക് പറഞ്ഞു, നമ്മൾ വീട്ടിൽ വന്ന് വൈഫിൻ്റെ അടുത്ത് ആ ദേഷ്യം തീർക്കുന്നു. അത് ഏത് ഡിഫൻസ് മെക്കാനിസമാണ്? അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫൻസ് മെക്കാനിസം എക്സാമ്പിൾ സഹിതം കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം. അല്ലാതെ കാണാതെ ഡെഫിനേഷൻ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ സിമ്പിളായി എങ്ങനെ ഡിഫൻസ് മെക്കാനിസം പഠിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലെറ്റ്സ് സ്റ്റാർട്ട്. The definition of defense mechanism. It is any method used to an individual to get relief from stress or anxiety. ഒരു ഇൻഡിവിജ്വൽ സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ അത് റിലീഫ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെക്കാനിസത്തിന് പറയുന്ന പേരാണ് ഡിഫൻസ് മെക്കാനിസം. ദാറ്റ് മീൻസ് മൈൻഡിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി, അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? സ്ട്രെസ് ഉണ്ടാവും. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും നമ്മൾ മെക്കാനിസം യൂസ് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ഡിഫൻസ് മെക്കാനിസം. ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ മറ്റ് പേരുകളാണ് ഈഗോ മെക്കാനിസം അല്ലെങ്കിൽ ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്നൊക്കെ ഡിഫൻസ് മെക്കാനിസത്തിനെ പറയുന്നുണ്ട്. ഈ ഡിഫൻസ് മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. ഡിഫൻസ് മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഒരു ഇൻഡിവിജ്വലിന് സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ അത് റിലീഫ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെക്കാനിസത്തിന് പറയുന്ന പേരാണ് ഡിഫൻസ് മെക്കാനിസം. Defense mechanism means it is any method used to an individual to get relief from stress or anxiety. First defense mechanism, fantasy or daydreaming. That means in real life a person does not get success, then he try to feel success on by imagination. That means ഒരാൾക്ക് റിയൽ ലൈഫിൽ ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഇമാജിനറി ആയിട്ട് ആ ഗോൾ അറ്റൈൻ ചെയ്തതായിട്ട് ഫീൽ ചെയ്യുന്നു. അതിനെയാണ് ഫാൻറ്റസി അല്ലെങ്കിൽ ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. അതായത് ഇൻ റിയൽ ലൈഫ് എ പേഴ്സൺ ഡസ് നോട്ട് ഗെറ്റ് സക്സസ്, ദെൻ ഹി ട്രൈ ടു ഫീൽ സക്സസ് on by imagination. Next, dissociation. It means inability of an individual to perceive association between action and its potential. That means ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയും അതിൻ്റെ കോൺസിക്വൻസസും തമ്മിൽ യാതൊരു റിലേഷനും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ OCD എടുക്കാം. OCDയിൽ എന്താണ്? ഒബ്സഷനും ഉണ്ടാവും, കമ്പൽഷനും ഉണ്ടാവും. ഒബ്സഷൻ എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള റെക്കറൻറ്റ് തോട്ടിന് ഒബ്സഷൻ എന്ന് പറയും. കമ്പൽഷൻ എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി. അപ്പോൾ ഒരാൾ ചിന്തിക്കുകയാണ്, കയ്യിൽ റിപ്പീറ്റഡ് ആയിട്ട് തോട്ട് വരെയാണ്, കയ്യിൽ ജെയിംസ് ഉണ്ട്, അപ്പോൾ ഹാൻഡ് വാഷ് ചെയ്യുന്നു റിപ്പീറ്റഡ് ആയിട്ട്, പക്ഷെ കയ്യിൽ ജെയിംസ് ഒന്നുമില്ല. അപ്പോൾ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയും അതിൻ്റെ കോൺസിക്വൻസസും തമ്മിൽ യാതൊരുവിധ റിലേഷനും ഉണ്ടാവില്ല. അതാണ് ഡിസ്അസോസിയേഷൻ. ഡിസോസിയേഷൻ വായിക്കുമ്പോൾ ഡിസ്അസോസിയേഷൻ എന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയും അതിൻ്റെ കോൺസിക്വൻസസും തമ്മിൽ യാതൊരു റിലേഷനും ഉണ്ടാവില്ല. അതാണ് ഡിസോസിയേഷൻ. നെക്സ്റ്റ്, നൊമാഡിസം. മിക്ക ഡിഫൻസ് മെക്കാനിസവും അതിൻ്റെ പേര് വായിക്കുമ്പോൾ തന്നെ എന്താണെന്ന് മനസ്സിലാവും. പക്ഷെ നൊമാഡിസത്തിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കാനായിട്ടൊന്നുമില്ല. നൊമാഡിസം മീൻസ് withdrawal from unpleasant situation or place. That means ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും സിറ്റുവേഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ, പ്ലേസോ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. ഇതാണ് നൊമാഡിസം. നെക്സ്റ്റ്,
റിയാക്ഷൻ ഫോർമേഷൻ അല്ലെങ്കിൽ റിവേഴ്സൽ ഫോർമേഷൻ, ഇത് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനസ്സിൽ തോന്നുന്നതിൻ്റെ ഓപ്പോസിറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സ്ട്രോങ്ലി എക്സ്പ്രസിങ് ഓപ്പോസിറ്റ് ഓഫ് വാട്ട് വൺ റിയലി ഫീൽ. എന്താണോ ഫീൽ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ട് ചെയ്യുന്നു. അതാണ് റിയാക്ഷൻ ഫോർമേഷൻ അല്ലെങ്കിൽ റിവേഴ്സൽ ഫോർമേഷൻ. നെക്സ്റ്റ് സപ്രഷൻ. പേരിൽ തന്നെ ഉണ്ട്, സപ്രസ് ചെയ്യുക. എങ്ങനെ സപ്രസ് ചെയ്യുക? കോൺഷ്യസ് ആയിട്ട് ഇഷ്ടമില്ലാത്ത സിറ്റുവേഷൻസിന് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നു. അതാണ് സപ്രഷൻ. ദാറ്റ് മീൻസ് കോൺഷ്യസ് ഓർ വോളണ്ടറി എക്സ്ക്ലൂഡിങ് ഓഫ് സം അൺപ്ലസൻറ്റ് ഐഡിയാസ് ഓർ ഫീലിങ്സ്. അതിനെയാണ് സപ്രഷൻ എന്ന് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് റിപ്രഷൻ. റിപ്രഷൻ പഠിക്കുമ്പോൾ സപ്രഷനിൽ കോൺഷ്യസ് ആയിട്ട് അവോയ്ഡ് ചെയ്യാണ് സിറ്റുവേഷനിൽ. റിപ്രഷനിൽ പറയുമ്പോൾ എന്ന് വെച്ചാൽ അൺകോൺഷ്യസ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാണ്. അതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. അൺകോൺഷ്യസ് ഓർ ഇൻവോളണ്ടറി ബ്ലോക്കിംഗ് ഓഫ് ഫീലിങ്സ്, അതാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിഗ്രഷൻ. ഇറ്റ് ഈസ് ദി ഇമ്മച്വർ ഓർ ചൈൽഡിഷ് വേ ഓഫ് റെസ്പോണ്ടിങ് ടു എ സ്ട്രെസ്. ഫോർ എക്സാമ്പിൾ, പ്രായമായിട്ടുള്ള ഒരു വ്യക്തിനോട് ഒരു കാര്യം പറയുന്നു. അപ്പോൾ ആ വ്യക്തി ചൈൽഡിഷായിട്ട് കുട്ടികൾ കരയുന്ന പോലെ ഇരുന്ന് കരയുന്നു. അതാണ് റിഗ്രഷൻ എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദി ഇമ്മച്വർ ഓർ ചൈൽഡിഷ് വേ ഓഫ് റെസ്പോണ്ടിങ് ടു എ സ്ട്രെസ്. നെക്സ്റ്റ് പ്രൊജക്ഷൻ. ഇറ്റ് മീൻസ് ആൻ ഇൻഡിവിജ്വൽ ascribe unethical behavior to others. ഫോർ എക്സാമ്പിൾ ബ്ലെയിമിങ്. പ്രൊജക്ഷൻ എക്സാമ്പിളാണ് ബ്ലെയിമിങ്. ദാറ്റ് മീൻസ് ഇപ്പോൾ പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുമ്പ് ഫ്രണ്ട്സും എല്ലാവരും കോപ്പി അടിക്കാൻ വേണ്ടി ചിറ്റ് പേപ്പർ എടുത്തു. പക്ഷേ ഇൻവിജിലേറ്റർ ഒരാളെ മാത്രം പൊക്കി. അപ്പോൾ ആ കുട്ടിക്ക് സ്ട്രെസ്സായി. അവനറിയാം അവൻ്റെ കൂടെ കയറിയ ഫ്രണ്ട്സിൻ്റെ കയ്യിലുണ്ടെന്ന്. അപ്പോൾ ഇൻവിജിലേറ്ററിനോട് പറയുന്നു, എൻ്റെ കയ്യിൽ മാത്രമല്ല ഇന്ന ആൾക്കാരുടെ കയ്യിലൂടെ ഉണ്ടെന്ന്. അപ്പോൾ ആ കുട്ടിയുടെ സ്ട്രെസ്സ് റിലീവ് ആവുന്നു. അതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ആൻ ഇൻഡിവിജ്വൽ ascribe unethical behavior to others. It means projection. Next, sublimation. It means an individual try to modify his socially undesirable or unacceptable motive to socially acceptable behavior. That means ഒരു socially unacceptable ആയിട്ടുള്ള തോട്ടായിരിക്കും മനസ്സിലുള്ളത്. അത് socially acceptable ആകുന്ന പ്രവൃത്തികളാക്കി കൺവേർട്ട് ചെയ്യുന്നു. അതിനാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡ്രോയിങ് എടുക്കുക. പലതരത്തിലുള്ള ഡ്രോയിങ് ഉണ്ട്. ചിലത് ഇപ്പോൾ മരത്തിൻ്റെ അടിയിൽ അർദ്ധനഗ്നമായിരിക്കുന്ന സ്ത്രീയോ പുരുഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഡ്രോയിങ് ആയിരിക്കുള്ളൂ. അങ്ങനത്തെ ഡ്രോയിങ് നമ്മൾ കാണുമ്പോൾ പറയും ബ്യൂട്ടിഫുൾ എന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ നിന്നാലുള്ളതോ? അതാണ് സബ്ലിമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള തോട്ടായിരിക്കും, പക്ഷേ അത് സോഷ്യലി അക്സെപ്റ്റബിൾ ആകുന്ന പ്രവൃത്തിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. An individual try to modify his socially undesirable or unacceptable motive to socially acceptable behavior. That is sublimation. Next, displacement. It means feeling towards one person are directed towards another. That means ഒരു വ്യക്തിയോട് കാണിക്കേണ്ട ഫീലിങ്സ് മറ്റൊരാളോട് കാണിക്കുന്നു. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഹസ്ബൻഡ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബോസ് ഭയങ്കരമായിട്ട് ചൂടായി. അപ്പോൾ ബോസിനോട് ചൂടായി സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് വൈഫിനോട് ആ ദേഷ്യം മൊത്തം തീർത്തു. അതാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത്. ഫീലിംഗ് ടുവേഴ്സ് വൺ പേഴ്സൺ ആർ ഡയറക്റ്റഡ് ടുവേഴ്സ് അനദർ. ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് മീൻസ് ഒറിജിനൽ ഗോൾസ് വിച്ച് ആർ ഡിഫിക്കൽട്ട് ടു അച്ചീവ് ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ അനദർ ഗോൾ. ദാറ്റ് മീൻസ് ഒറിജിനൽ ഗോൾ അറ്റൈൻ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ്, അപ്പോൾ വേറൊരു ഗോൾ അറ്റൈൻ ചെയ്യുന്നു. അതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പഠിക്കാൻ കഴിവില്ലാത്തൊരു കുട്ടി ബാക്കി സ്പോർട്സിലും ആർട്സിലും ഒക്കെ നല്ല കഴിവാണ്. അപ്പോൾ അതിലൊക്കെ ഫസ്റ്റ് വാങ്ങിച്ചിട്ട് ആ ഗോള് അറ്റൈൻ ചെയ്യുന്നു. അതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒറിജിനൽ ഗോൾ വിച്ച് ആർ ഡിഫിക്കൽട്ട് ടു അച്ചീവ് ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ അനദർ ഗോൾ. ദാറ്റ് മീൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് compensation. It means an individual try to overcome a failure in one area by other means or other ways. That means
സബ്സ്റ്റിറ്റ്യൂഷനിൽ വേറൊരു ഗോളാണ് അറ്റൈൻ ചെയ്യുന്നതെങ്കിൽ കോമ്പൻസേഷനിൽ ആ സെയിം ഗോൾ തന്നെയാണ് അറ്റൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, സ്വന്തമായിട്ട് PSC എഴുതി ജോലി നേടാൻ പറ്റുന്നില്ല, അപ്പോൾ വേറെ മാർഗം നോക്കുന്നു. ഒന്നില്ലെങ്കിൽ കോച്ചിങ്ങിന് പോകുന്നു, ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റി പഠിക്കുന്നു. അങ്ങനെ വേറെ രീതിയിൽ ആ സെയിം ഗോൾ തന്നെ അറ്റൈൻ ചെയ്യുന്നതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ആൻ ഇൻഡിവിജ്വൽ ട്രൈ ടു ഓവർകം എ ഫെയിലിയർ ഇൻ വൺ ഏരിയ by another means or other ways. That is compensation. Next, rationalization. It means an individual try to lessen his anxiety by giving plausible reasons. That means anxiety കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്ലോസിബിൾ ആയിട്ടുള്ള, ദാറ്റ് മീൻസ് തെറ്റായിട്ടുള്ള റീസൺ കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ടീച്ചർ ക്ലാസ്സിൽ ഹോംവർക്ക് തന്നു, പിറ്റേ ദിവസം ഹോംവർക്ക് ചെയ്തിട്ടില്ല. ടീച്ചർ വന്ന് ചോദിക്കുന്നു ആരൊക്കെയാണ് ഹോംവർക്ക് ചെയ്യാത്തതെന്ന്. അപ്പോൾ ഞാൻ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ടെൻഷനായി. അപ്പോൾ ടീച്ചറോട് ടീച്ചർ ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർക്കണേ, മറന്നുപോയി എന്നാരും പറയത്തില്ല. പറയും, ടീച്ചറെ എനിക്ക് വയറുവേദനയായിരുന്നു, ഇന്നലെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു, അതാണ് ഹോംവർക്ക് ചെയ്യാഞ്ഞ്. അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള റീസൺസ് പറയും. അതാണ് റാഷണലൈസേഷൻ. ആൻ ഇൻഡിവിജ്വൽ ട്രൈ ടു ലെസൺ ഹിസ് ആങ്സൈറ്റി ബൈ ഗിവിങ് പ്ലോസിബിൾ റീസൺസ്. ഇതിന് എക്സാമ്പിൾ ആണ് സ്വീറ്റ് ലെമൺ മെക്കാനിസം, സോർ ഗ്രേപ്പ് മെക്കാനിസം ഒക്കെ റാഷണലൈസേഷന് എക്സാമ്പിളാണ്. നെക്സ്റ്റ്, ഐഡൻറ്റിഫിക്കേഷൻ. ഇറ്റ് മീൻസ് അൺകോൺഷ്യസ് അറ്റംപ്റ്റ് ടു ചേഞ്ച് വൺസെൽഫ് ടു റിസംബിൾ എ ഫേമസ് പേഴ്സൺ ഓർ അഡ്മയർഡ് പേഴ്സൺ. ദാറ്റ് മീൻസ് ഒരു അൺകോൺഷ്യസ് ആയിട്ട് ഒരു ഫേമസ് പേഴ്സണെ ഫുള്ളായിട്ട് ആക്ട് ചെയ്യുന്നു. അതിനെയാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വ്യക്തി കാണിക്കുന്ന എല്ലാ മാനറിസംസും അതുപോലെ തന്നെ കാണിക്കുന്നു. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു ടീച്ചർ ക്ലാസ് എടുക്കാൻ വന്നേക്കാണ്, ആ ടീച്ചർ കൈപൊക്കി കാല് പൊക്കി ഒക്കെ ക്ലാസ് എടുക്കുന്നു. അതേപോലെ തന്നെ ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും ആക്ട് ചെയ്യുന്നതിനെയാണ് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ. അൺകോൺഷ്യസ് അറ്റംപ്റ്റ് ടു ചേഞ്ച് വൺസെൽഫ് ടു റിസംബിൾ എ ഫേമസ് പേഴ്സൺ ഓർ അഡ്മയർഡ് പേഴ്സൺ. That is identification. Next, introjection. That means it is a type of identification in which incorporate traits or values of another into himself. That means ഒരു വ്യക്തിയുടെ ചില ക്യാരക്ടർ മാത്രം അഡോപ്റ്റ് ചെയ്യുന്നു. ഐഡൻറ്റിഫിക്കേഷനിൽ എല്ലാ ക്യാരക്ടറും അഡോപ്റ്റ് ചെയ്യും. ഇൻട്രോജക്ഷനിൽ ഒരു ക്യാരക്ടർ മാത്രം അഡോപ്റ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, അച്ഛൻ്റെ ഒരു നല്ല ക്യാരക്ടർ മാത്രം മകൻ അഡോപ്റ്റ് ചെയ്യുന്നു. അതാണ് ഇൻട്രോജക്ഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. Type of identification in which individual incorporate traits or values of another into himself. It is introjection. Next, undoing. It is an act of communication that attempt to compensate or to negate a previous and unacceptable behavior. That means, for example, ഇപ്പോൾ അമ്മനോട് ഭയങ്കരമായിട്ട് ചൂടായി വഴക്കിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് റൂമിൽ വന്നിരുന്ന് ആലോചിക്കുകയാണ്, അമ്മനോട് അത്രയും പറയേണ്ടിയില്ലായിരുന്നു, കുറച്ച് കൂടിപ്പോയി പറഞ്ഞത്. എന്നിട്ട് അമ്മയുടെ അടുത്ത് പിന്നെ ചെന്നിട്ട് അമ്മനോട് ചോദിക്കുകയാണ്, പണിയൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ഹെൽപ്പ് എന്തെങ്കിലും വേണോ, അങ്ങനെയൊക്കെ ചെന്ന് അമ്മനോട് ചെന്ന് ചോദിക്കുന്നു. അതിനെയാണ് അൺഡൂയിങ് എന്ന് പറയുന്നത്. It is an act of communication that attempt to compensate or to negate a previous unacceptable behavior. That is undoing. നെക്സ്റ്റ് ആണ് ഹൈപ്പോകോൺഡ്രിയാസിസ് അല്ലെങ്കിൽ സൊമാറ്റൈസേഷൻ. ഇറ്റ് ഈസ് ആൻ അൺകോൺഷ്യസ് ട്രാൻസ്ഫർമേഷൻ ഓഫ് അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസ് ഇൻ ടു ഇൻഅപ്രോപ്രിയേറ്റ് ഫിസിക്കൽ സിംറ്റംസ്. ദാറ്റ് മീൻസ് എന്തെങ്കിലും അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള തോട്ടിനെ ഫിസിക്കൽ സിംറ്റമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനെയാണ് ഹൈപ്പോകോൺഡ്രിയാസിസ് അല്ലെങ്കിൽ സൊമാറ്റൈസേഷൻ എന്ന് പറയുന്നത്. അൺകോൺഷ്യസ് ട്രാൻസ്ഫർമേഷൻ ഓഫ് അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസ് into inappropriate physical symptoms. അതാണ് ഹൈപ്പോകോൺഡ്രിയാസിസ് അല്ലെങ്കിൽ സൊമാറ്റൈസേഷൻ. നെക്സ്റ്റ് ആണ് ഡിനയൽ.
individual refuse to accept or face to reality. That means യഥാർത്ഥമായിട്ടുള്ള കാര്യത്തിനെ അല്ലെങ്കിൽ റിയാലിറ്റീനെ ഫേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല, അവോയ്ഡ് ചെയ്യുന്നു. അതാണ് ഡിനയൽ എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ refuse to accept or face to reality. That means denial. Next, fixation. Certain aspect of emotional development does not advance. That means അഡൾട്ടിൻ്റെ തം സക്കിങ് എക്സാമ്പിൾ ആണ്. ഒരു 0 to 8 മന്തിൽ കുട്ടികൾ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് തം സക്കിങ് ചെയ്യുന്നത്. പക്ഷേ അഡൾട്ട് ആവുമ്പോൾ നോർമലായിട്ട് മാറേണ്ടതാണ്, പക്ഷെ അത് മാറാതെ തം സക്കിങ് ചെയ്യുന്നു. അതിനെയാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. സെർട്ടൺ ആസ്പെക്റ്റ് ഓഫ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഡസ് നോട്ട് അഡ്വാൻസ്. ഇറ്റ് മീൻസ് ഫിക്സേഷൻ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഡിഫൻസ് മെക്കാനിസം എങ്ങനെ എക്സാമ്പിൾ സഹിതം സിമ്പിളായി പഠിക്കാമെന്നാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫർമേറ്റീവും യൂസ്ഫുള്ളും പർപ്പസ്ഫുള്ളുമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. See you again for another video. Bye.